നൈസല്ലേ? എനിക്ക് ശരിയാവില്ല. നിനക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കിത് നോക്കാടി. അതല്ല, നമുക്ക് ഈ ഗൗണ് പരിപാടി വേണോ? സാരി ഉടുത്താൽ പോരെ? അതെന്താ ഇപ്പൊ പെട്ടെന്ന്? നമ്മൾ തീരുമാനിച്ചല്ലോ ഇതൊക്കെ. ഇതൊന്നും ഞാൻ ഉടുത്താൽ ശരിയാവില്ല. അതന്നെ. എടോ, താൻ ആദ്യം ഒന്ന് ട്രയൽ ചെയ്ത് നോക്ക്, എന്നിട്ട് പറ. നീ ഒന്നും അറിയാത്ത പോലെ ഇനി എൻ്റെ കല്യാണ ദിവസം കൂടി ഞാൻ ബോഡി ഷേമിങ് അനുഭവിക്കണം? അല്ലെങ്കിൽ തന്നെ ഒരു ഫോട്ടോ ഇട്ട് അതിൻ്റെ ചുവട്ടിൽ ഫുൾ കമൻസ് ആണ്. തടി കുറച്ചുകൂടെ, ഫുഡ് കുറച്ചുകൂടെ, ജിമ്മിന് പോക്കൂടെ. ഇനി അന്നത്തെ ദിവസം റിലേറ്റീവ്സും കൂടി എന്തേലും പറയും. ഇയാൾ എന്നോട്ടാ ഈ നാട്ടുകാരുടെ മുഴുവൻ അഭിപ്രായത്തിൽ ജീവിക്കാൻ തുടങ്ങി? ഈ പറയുന്ന ആൾക്കാർ വല്ല ചെലവിനും തരാറുണ്ടോ? അതൊന്നുമില്ല. അതോ എന്തെങ്കിലും ഒരു 10 പൈസയുടെ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ എവിടെയോ കിടന്ന് കമന്റ് ഇടുന്ന കുറേ എണ്ണം. ഇടി, ഇവന്മാരൊക്കെ എന്തെങ്കിലും കമന്റ് ഇടുന്നതിന് നമ്മളെന്തിനാ നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റി വെക്കുന്നേ? സ്മൃതി, നിന്റെ ലൈഫിൽ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ നിന്റെ കല്യാണ ദിവസം ഒരു ഗൗണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടന്നു വരുന്നത്. അതിന് ഞാൻ അറിഞ്ഞോ അന്ന് ഈ PCOD വന്ന് ഞാനെല്ലാം കൂടി ഇങ്ങനെയാവുന്നു? കുട്ടാ, ഓരോരുത്തരും ഓരോ പോലെയല്ലേ. അവനവന്റെ കഴിവിലും സെൽഫ് കോൺഫിഡൻസിലും അല്ലേ കാര്യം. എന്താ തനിക്കതില്ലേ? അതൊക്കെ തനിക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ല? ഉണ്ട്. ഉണ്ടോ? എന്നാ ഇപ്പൊ ഇയാളൊരു കാര്യം ചെയ്യും, ഇതിട്ടോണ്ട് വാ. അതൊന്നും ശരിയാവില്ലടോ. സ്മൃതി, നീ എടുത്താലും എടുത്തില്ലേലും നമ്മൾ ഇതിട്ട് ട്രയൽ ചെയ്യാതെ ഇവിടുന്ന് പോകുന്നില്ല. ചെല്ലു പോ, ഞാൻ എടുത്തോണ്ട് വരാം. പോ, കേറി. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ആരാ? ഇവിടെ നല്ല രസമുണ്ട് ശരിക്കും. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എടി, ഇത് കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ തന്നെ കിട്ടിക്കോട്ടെ? അയ്യാ, അല്ലെങ്കിൽ തന്നെ നാട്ടുകാർ മൊത്തം നിലസ്തയാന്ന് പറയും. കൊള്ളാം.